Friends, ഇന്ന് നമുക്ക് ഒരു അടിപൊളി റോയൽ ഫലൂഡ ഉണ്ടാക്കിയാലോ. സോ ദിസ് asnajasmin, വെൽക്കം ടു മൈ വീഡിയോ. ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് ജെല്ലി ഉണ്ടാക്കാം. അപ്പോൾ ജെല്ലി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ റെഡിമെയ്ഡ് ജെല്ലി പാക്കറ്റ് പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് അല്പം പഞ്ചസാരയും ഒരു ഗ്ലാസ് ചൂടുവെള്ളവും ഒരു ഗ്ലാസ് പച്ചവെള്ളവും ചേർത്ത് കൊടുത്ത് ഒരു 45 മിനിറ്റ്സ് റൂം ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ സ്ട്രോബെറിയുടെ ജെല്ലി പൗഡറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ പാക്കറ്റിലെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ടാണ് കേട്ടോ ജെല്ലി ഉണ്ടാക്കിയത്. നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് റോസ് മിൽക്ക് ഉണ്ടാക്കാം. അപ്പോൾ റോസ് മിൽക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു 1/2 ലിറ്റർ തിളപ്പിച്ചാറ്റിയ പാലിലേക്ക് 3 ടീസ്പൂൺ റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കാം. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് സബ്ജ സീഡ് അഥവാ കസ്കസ് അല്പം വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വയ്ക്കാം. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് അല്പം സേമിയ വേവിച്ചെടുക്കാം. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് ഞാനൊരു ബൗള് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. സേമിയ ഒരുപാട് വെന്ത് പോവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ സേമിയ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് ഫലൂഡ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യമായിട്ട് കുറച്ച് ജെല്ലി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം അല്പം സേമിയ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഞാൻ അല്പം റോസ് സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഞാൻ അല്പം സബ്ജ സീഡ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ച റോസ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ബദാമോ പിസ്തയോ അങ്ങനെ കുറച്ച് നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ പപ്പായയുടെ പീസും കൂടി ടൂട്ടി ഫ്രൂട്ടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അല്പം ആപ്പിൾ ചെറുതായി കട്ട് ചെയ്തത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇവിടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ മുകളിലായിട്ട് അല്പം ജെല്ലി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അല്പം ബദാമോ പിസ്തയോ ക്രഷ് ചെയ്തതും പിന്നെ അല്പം ടൂട്ടി ഫ്രൂട്ടിയും പിന്നെ ഒരു ചെറിയും കൂടി വെച്ച് നമുക്ക് നല്ല രീതിയിൽ അലങ്കരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റോയൽ ഫലൂഡ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.